ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. 110 വയസ്സുള്ള ലൂയിസ് ചാക്കോ ചെരുവിൽ അപ്പച്ചൻ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം നിത്യതയിൽ ചേർക്കപ്പെട്ടു. താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നുപോയി. ഈ അപ്പച്ചനെക്കുറിച്ച് പറയുമ്പോൾ 110ാമത്തെ വയസ്സിലും അദ്ദേഹം നല്ലതുപോലെ സംസാരിക്കുകയും തൻ്റെ ആവശ്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുമായിരുന്നു. ഭക്ഷണം കഴിക്കാനും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുമായിരുന്നു. 110 വയസ്സ് വരെ ഒരാൾ ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അത്ഭുതമാണ്. ഇന്നത്തെ കാലത്ത് 60-70 വയസ്സാകുമ്പോഴത്തേക്കും ആളുകൾ തീരെ വയ്യാതാകും. എന്നാൽ 110 വയസ്സുള്ള ഈ അപ്പച്ചൻ നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനോട് ചേർന്ന്, മനോജ് മാത്യു, അദ്ദേഹത്തോട് ചേർന്ന് കഴിഞ്ഞ വർഷം 2023 ജൂൺ മാസത്തിൽ എനിക്ക് ഈ അപ്പച്ചൻ്റെ അടുക്കൽ പോകുവാനായിട്ടിടയായി. മുണ്ടക്കയത്തിനടുത്ത് പുഞ്ചവയൽ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ 504 എന്ന് പറയുന്ന ഒരു കോളനിയുണ്ട്. അവിടെയാണ് ഈ അപ്പച്ചൻ താമസിക്കുന്നത്. ഞാൻ അവിടെ ചെന്നു. അരമണിക്കൂർ ഈ അപ്പച്ചനുമായി അപ്പച്ചൻ്റെ ജീവചരിത്രം ഒരു ഇൻ്റർവ്യൂ പോലെ ചോദിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ആ വീഡിയോകൾ ഏതാണ്ട് 1,24,000 പേര് കാണുകയും 10,400 മണിക്കൂറാണ് ആ വീഡിയോ ആളുകൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവ സാക്ഷ്യം എനിക്ക് പകർത്താൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. അപ്പോൾ അദ്ദേഹം നിത്യതയിൽ ചേർക്കപ്പെട്ടു. അദ്ദേഹവുമായിട്ടുണ്ടായ ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളിത് കാണുകയും ഇത്രയും നാൾ അദ്ദേഹത്തെ നടത്തിയ ദൈവത്തെ ഓർത്ത് നന്ദി കരയറ്റാനായിട്ടുള്ള ഒരു അവസരവും കൂടെയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുമാത്രമല്ല, ഇതുപോലെയുള്ള സുവിശേഷകന്മാരെ, വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ കാണുകയും അവരുടെ ജീവചരിത്രം പകർത്തി വീഡിയോ ആക്കി ചെയ്ത് യൂട്യൂബിലോ അതുപോലെ ഫേസ്ബുക്കിലൊക്കെ ഇടുമ്പോൾ അത് അവരുടെ ജീവചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് മാത്രമല്ല, അതോർത്ത് അവർ ചെയ്ത പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സാധിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും 1,24,000 പേര് കണ്ട ഈ വീഡിയോ നിങ്ങളും കാണണം എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ മുണ്ടക്കയത്തിനടുത്ത് പുഞ്ചവയൽ എന്ന സ്ഥലത്ത് 504 എന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു അപ്പച്ചനെ കാണാനായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ അപ്പച്ചൻ്റെ പേര് ലൂക്കോസ് ചാക്കോ ചെരുവിൽ, വീട്ടുപേര് ചെരുവിൽ എന്നാണ്. ഈ അപ്പച്ചൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അപ്പച്ചന് 110 വയസ്സുണ്ട്. ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് 110ാമത്തെ ജന്മദിനം ആഘോഷിച്ചത്. അപ്പോൾ 110 വയസ്സുള്ള ഈ അപ്പച്ചൻ ഇപ്പോഴും നല്ല ആരോഗ്യവാനായിട്ടിരിക്കുന്നു. സ്വന്തം കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നു. അതുമാത്രമല്ല, ഒരു ദിവസം അപ്പച്ചൻ 10 അധ്യായം, ബൈബിളിൽ നിന്ന് 10 അധ്യായം വായിക്കും. 5 സങ്കീർത്തനങ്ങളും ബാക്കി 5 ലേഖനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് വായിക്കുമെന്ന് അപ്പച്ചൻ പറഞ്ഞു. അപ്പോൾ അപ്പച്ചൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണ സമയവും പ്രാർത്ഥനയിലാണ്. അപ്പോൾ വരാനുള്ള തലമുറകൾക്ക് വേണ്ടി, അതുപോലെ മക്കൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, സുവിശേഷകന്മാർക്ക് വേണ്ടിയെല്ലാം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപ്പച്ചനാണ്. അങ്ങനെ പല ആളുകളും ഈ അപ്പച്ചനെ കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് നിങ്ങളെ ഇത് പരിചയപ്പെടുത്താനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പച്ചൻ ഒരു സുവിശേഷ പ്രവർത്തകനായിരുന്നു. അതുമാത്രവുമല്ല, ഈ ഇവിടെ ചെറുവള്ളി എസ്റ്റേറ്റ്, ഇന്ന് അത് ബിലിവേഴ്സ് ചർച്ചിൻ്റെ ഉടമസ്ഥതയിലുള്ള ചെറുവള്ളി എസ്റ്റേറ്റ്, അപ്പച്ചൻ ആ എസ്റ്റേറ്റിൽ ജോലി ചെയ്തിട്ടുള്ളയാൾ. അന്ന് സായിപ്പന്മാരായിരുന്നു അതിൻ്റെ നടത്തിപ്പുകാർ. അങ്ങനെ സായിപ്പന്മാരുടെ കൂടെ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ആരംഭകാലത്ത് അപ്പച്ചൻ്റെ പിതാവ് സുവിശേഷകനായിരുന്നു, ബ്രദറൻ സഭയിലെ സുവിശേഷകനായിരുന്നു. അങ്ങനെ പല ബ്രദറൻ സഭയുമായിട്ട് ബന്ധപ്പെട്ട് പല വിദേശ മിഷണറിമാരൊക്കെ ഇവിടെ വരികയും അവരെയൊക്കെ കാണുവാനും പരിചയപ്പെടുവാനും ഒക്കെ അപ്പച്ചന് സാധിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ,
ഒരിക്കൽ അപ്പച്ചൻ 3 ദിവസം ഉപവാസ പ്രാർത്ഥന എടുക്കുകയും ഉപവാസ പ്രാർത്ഥനയിൽ അപ്പച്ചൻ ഒരു പ്രത്യേകമായ ഒരു ദർശനം ലഭിക്കുകയും ആ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീടുള്ള കാലഘട്ടം മുഴുവൻ ഈ സമയം വരെ 110 വയസ്സ് വരെ ഒരു മരുന്നും മേടിച്ചിട്ടില്ല. അപ്പച്ചൻ്റെ കൊച്ചുമോനാണ് ഇവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിന് ഇന്ന് 47 വയസ്സുണ്ട്. ഇദ്ദേഹം പറഞ്ഞ 47 വർഷത്തിനുള്ളിൽ ഒരു പ്രാവശ്യം പോലും ഈ അപ്പച്ചൻ ആശുപത്രി പോയിട്ടില്ല, അല്ലെങ്കിൽ മരുന്ന് വാങ്ങിച്ചിട്ടില്ല, ഷുഗറില്ല, പ്രഷറില്ല, കൊളസ്ട്രോൾ ഇല്ല, ഒരു അസുഖങ്ങളും ഇല്ല. അപ്പോൾ പൂർണ്ണമായിട്ട് രോഗശാന്തി ശുശ്രൂഷ അനുഭവിക്കുന്ന ഒരു അപ്പച്ചനാണ്. ഇനി അത് പറയുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടെ പറയണം. നമ്മളിന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, അത് മാത്രമല്ല ഇന്ത്യയിലുടനീളം വിദേശത്തൊക്കെ നമ്മൾ ഒരുപാട് രോഗശാന്തി ശുശ്രൂഷകരെ കണ്ടിട്ടുണ്ട്. ആ രോഗശാന്തി ശുശ്രൂഷകരൊക്കെ ക്യാൻസർ ബാധിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സൗഖ്യമാകുന്നു, മുടന്തരെ നടത്തുന്നു, അങ്ങനെ മറ്റു പല കാര്യങ്ങളും അവർ അത്ഭുത പ്രവൃത്തികൾ ചെയ്യുന്നു. പക്ഷേ അവരുടെ ഈ രോഗശാന്തി ശുശ്രൂഷ നടത്തുന്ന വ്യക്തികളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കടന്നുപോയാൽ അവരൊക്കെയും മരുന്ന് വാങ്ങിക്കുന്നവരും ഗുളിക കഴിക്കുന്നവരും പ്രഷറിനും ഷുഗറിനും കൊളസ്ട്രോളിനും ഒക്കെ മരുന്ന് കഴിക്കുന്നവരാണ്. അതുമാത്രമല്ല അസുഖം വന്നാൽ ആശുപത്രി പോകുന്നവരാണ്. ബോഡി ഫിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഗുളിക കഴിക്കുന്നവരും പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നവരുമാണ്. അങ്ങനെ നമ്മൾ ഇന്ന് കാണുന്ന പല രോഗശാന്തി ശുശ്രൂഷന്മാർ ഇത്ര പ്രവൃത്തി ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അവർ പൂർണ്ണമായി രോഗശാന്തി ശുശ്രൂഷ ഏൽക്കാതെ മറ്റുള്ളവർക്ക് രോഗശാന്തി കൊടുക്കുന്നു എന്ന് അവർ അവകാശപ്പെടുന്നു. അതൊരു വലിയ വിചിത്രമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാൽ അപ്പച്ചനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അപ്പച്ചൻ പൂർണ്ണമായി രോഗശാന്തി അനുഭവിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും രോഗശാന്തി അനേകർക്ക് ഈ അപ്പച്ചനിലൂടെ ദൈവം നൽകുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ഈ അപ്പച്ചനിൽ നിന്ന് മനസ്സിലാകുവാനാണ്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവർക്ക് സൗഖ്യം വരുന്നു, ഭൂതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവർക്ക് സൗഖ്യം വരുന്നു. ഇനി അതുമാത്രമല്ല, ഈ അപ്പച്ചൻ്റെയൊക്കെ നല്ല ഓർമ്മയുണ്ട്. ഇവിടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് അവരൊക്കെ കൂടി ഇവിടെയുള്ള സായിപ്പ്മാരെയൊക്കെ ഇവിടുന്ന് യാത്ര അയക്കുന്നത്, അതായത് ചെറുവള്ളി എസ്റ്റേറ്റിൽ നിന്ന് അവിടെ നിന്നൊക്കെയുള്ള ആളുകൾ അവരുടെ സ്വദേശത്തേക്ക് മടങ്ങി പോകുവാനായിട്ട് താല്പര്യപ്പെടുമ്പോൾ ഇവരൊക്കെ ചേർന്നാണ് അവരെ യാത്ര ചെയ്യിക്കുന്നത്. അതുമാത്രവുമല്ല, അന്നത്തെ കാലം മുതൽ CSI, CMS, ബ്രദറൻ സഭകൾ, പെന്റിക്കോസ്റ്റൽ സഭകളൊക്കെ ഇടയ്ക്കും ആരംഭവും അതിൻ്റെ പ്രവൃത്തി അതിൻ്റെ വളർച്ചയെക്കുറിച്ചൊക്കെ നല്ലപോലെ കണ്ട് കേട്ട് മനസ്സിലാക്കിയിട്ടൊരു അപ്പച്ചനാണ്. അതുകൊണ്ട് സുവിശേഷകരായിട്ടുള്ള ആളുകൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഇത്രയും പ്രായമായിട്ടുള്ള ആളുകളെ വേദപുസ്തകം തന്നെ പറയുന്നുണ്ട്, നരച്ച തല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബഹുമാനത്തിൻ്റെ സൂചകമാണ്. അവരെ ആദരിക്കുന്നവൻ ഭാഗ്യവാനെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പ്രായമായിട്ടുള്ള ഈ അപ്പച്ചനെ സംബന്ധിച്ച് ഒരുപാട് അനുഭവങ്ങളും അനുഭവ സമ്പത്തുകളും ഉള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഈ അപ്പച്ചൻ വന്ന് കാണാനും കഴിഞ്ഞ കാല ജീവിതങ്ങളെ പറ്റിയൊക്കെ ചോദിക്കാനും മനസ്സിലാക്കുവാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷം എനിക്കുണ്ട്. അപ്പച്ചൻ്റെ കൊച്ചുമോനാണ് ഇവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു അനുവാദത്തോടു കൂടി ഈ അപ്പച്ചൻ്റെ അടുത്ത് വരുവാനും അപ്പച്ചനിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കേൾക്കുവാനും മനസ്സിലാക്കുവാനുമായിട്ട് നമുക്ക് ഇന്ന് ഇടയാകും. അപ്പോൾ തുടർന്ന് അപ്പച്ചൻ ചില വാക്കുകൾ സംസാരിക്കും, ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചറിയാനുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഇത് കേൾക്കണം, മനസ്സിലാക്കണം എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അപ്പച്ചൻ്റെ വാക്കുകളിലേക്ക് കടക്കുക. അപ്പച്ചന് മക്കൾ എത്ര പേരാണ്? മക്കൾ 6 പെണ്ണും ഒരാണും. 6 പെണ്ണും ഒരാണും. കൊച്ചുമക്കൾ എത്രയാണെന്ന് ഓർമ്മയുണ്ടോ? കൊച്ചുമക്കൾ ഇവരും 3 പേര്. പിന്നെ ബാക്കിയുള്ളവർക്ക് ബാക്കി ആ 3 പേര് മൂത്ത മകൾക്ക് 3 പേരുണ്ട്. അപ്പച്ചൻ്റെ ജന്മദിനം ഓർമ്മയുണ്ടോ? ഏത് ഡേറ്റിലാണ് അപ്പച്ചൻ ജനിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ഏത് വർഷം ഓർമ്മയുണ്ടോ? അങ്ങനെ ഓർമ്മ ഇല്ല. ഞാൻ പിന്നെ 14 വയസ്സ്, ഞാൻ 18 വയസ്സ്, എൻ്റെ ഭാര്യയ്ക്ക് 14 വയസ്സ് കല്യാണം കഴിച്ചു. അപ്പന് എൻ്റെ അമ്മ അങ്ങ് മരിച്ചുപോയി. ഞങ്ങൾ ചേട്ടൻ 2 പേര്. അതിൽ എൻ്റെ 10ാമത്തെ വയസ്സിൽ എല്ലാ സഹോദരൻ ഉള്ളത്. അവന് 99 വയസ്സായി മരിച്ചുപോയി. കഴിഞ്ഞ വർഷമാണ് മരിച്ചത്. ഈ അപ്പച്ചൻ്റെ ഇളയ സഹോദരൻ അപ്പച്ചന് 10 വയസ്സുള്ള സമയത്താണ് ജനിക്കുന്നത്. അദ്ദേഹം 99 വയസ്സ് കഴിഞ്ഞ വർഷം അദ്ദേഹം മരിച്ചു. തൊടുപുഴ വെച്ച് മരിച്ചു. അപ്പോൾ ജനിച്ച വർഷം അപ്പച്ചന് ഓർമ്മയില്ല. എങ്കിലും ആ കണക്ക് വെച്ച് പറയുമ്പോൾ അപ്പച്ചന് ഇപ്പോൾ ഏതാണ്ട് 110 വയസ്സായി. 110ാമത്തെ ജന്മദിനം
ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ആഘോഷിക്കുകയും ചെയ്തു. അപ്പച്ച ഈ ഇത്രയും പ്രായം അപ്പച്ചന് ദൈവം തന്നു. അപ്പച്ചൻ ഇപ്പം മരുന്ന് എടുക്കുന്നുണ്ടോ? ഇല്ല, മരുന്ന് കഴിക്കുന്നില്ല. എത്ര വർഷമായി മരുന്ന് കഴിക്കാതായിട്ട്? മരുന്ന് പ്രാർത്ഥന സകലം വെച്ച് 3 ദിവസം ഉപവാസം ചെയ്തു. 3 ദിവസം ഉപയോഗിച്ച് ഒന്നും കഴിക്കാതെ ഇരുന്നവരെ കടക്കാട്ട് പിടിച്ചു. അങ്ങനെ ഉപയോഗിച്ച് ദൈവത്തോട് ചോദിച്ച് വാങ്ങിച്ചു. ഇപ്പോഴും ഉപവസിക്കാറുണ്ടോ? ഇപ്പോഴും ഉപവാസ പ്രാർത്ഥന ഉണ്ടോ? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഏകദേശം 10 അധ്യായം വായിക്കും. ഏകദേശം സംഘത്തിൽ 5 അധ്യായം, പിന്നെ മറ്റ് 4 അധ്യായം വായിക്കും. 9 ഇന്നും വായിച്ചങ്ങനെ. അപ്പച്ചൻ ഒരു ദിവസം 10 അധ്യായങ്ങൾ വായിക്കും ബൈബിളിലെ. അത് പറയുന്നത് 5 അധ്യായം സങ്കീർത്തനങ്ങൾ 5 അധ്യായം വായിക്കും. അതെ, മറ്റേ അധ്യായം പുറപ്പാട്, മറ്റ് അധ്യായങ്ങളും 5 അധ്യായം വായിക്കുമെന്ന് പറഞ്ഞു. നമുക്ക് വളരെ അപൂർവമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഈ 10 അധ്യായം ഒരു ദിവസം ബൈബിൾ വായിക്കുമോ എന്ന് ചോദിച്ചാൽ വലിയ അത്ഭുതമാണ്. എന്നാൽ അപ്പച്ചൻ ഇത്രയും പ്രായത്തിലും താൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും അതുപോലെ 10 അധ്യായങ്ങൾ വായിക്കുകയും ചെയ്യും. പിന്നെ 6 വരുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങളും അവരെ അങ്ങനെ പാർക്കുന്ന അവരെ വീട്ടുകാർക്കും ഞങ്ങൾ ഇവിടെ ഉള്ള എല്ലാ പള്ളിക്കാർക്കും ഉപദേശന്മാർക്കും അച്ഛന്മാർക്കും മക്കളും കൊച്ചുമക്കൾക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. എത്ര മണിക്കൂർ പ്രാർത്ഥിക്കാം അപ്പച്ചാ? 2 മണിക്കൂർ. 2 മണിക്കൂർ അപ്പച്ചൻ എല്ലാവരും. ആരും വ്യത്യാസമില്ല, ആരും ചർച്ചയില്ല. അപ്പച്ചൻ ജനിച്ചു വളർന്നത് ഏത് സഭയിലാണ്? ഞാൻ വേർപാട് സഭയിലാണ്. ബ്രദറൻ. അപ്പച്ചൻ ജനിച്ചു വളർന്നത് ബ്രദറൻ സഭയിലാണ്. ബ്രദറൻ സഭയില് സാഹിബിനെ കണ്ടിട്ടുണ്ടോ നേരിട്ട്? അപ്പൊ ഞാൻ സ്നാനപ്പെട്ടതൊക്കെ അവിടുന്ന് പള്ളിയിൽ തന്നെയായിരുന്നു. ഞങ്ങൾ 20 പേര് സ്നാനം വെച്ചു. 20 പേര് സ്നാനം വെച്ചു. അപ്പം അന്ന് ബീഡിയൊക്കെ വലിക്കായിരുന്നു. ബീഡിയൊക്കെ വലിക്കും, വെച്ചം കൊടുക്കും, ഇതൊക്കെ ചെയ്ത് മുഴുവൻ കഴിഞ്ഞ 3 ദിവസം ഉപവാസം എടുക്കും. പ്രാർത്ഥിച്ച് ദൈവത്തോട് അനുഗ്രഹം ചോദിച്ചു മേടിച്ചുകൊണ്ട് 7 രോഗികൾക്ക് 7 പൂരം ബാധിച്ചവർക്കാണ് 7 രോഗമാണ് സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ ദേശത്തെ 10 കൊല്ലം ചെയ്യും. അപ്പച്ചൻ്റെ പ്രത്യേകത പറയുന്നത് അപ്പച്ചൻ ഏത് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും സൗഖ്യം ലഭിക്കും. അതുമാത്രമല്ല, എത്ര വലിയ ഭൂതം ബാധിച്ചവർ വന്നാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ആ ഭൂതം വിട്ടുപോകും. ഞാൻ താമസിച്ചത് ഒരു അച്ഛൻ്റെ പറമ്പിലായിരുന്നു. അച്ഛൻ്റെ പറമ്പിൽ അച്ഛൻ്റെ പിതാക്കളെന്ന് പറയും. പുള്ളി ഇതെല്ലാം കഴിഞ്ഞ് പുള്ളിയുടെ പെങ്ങള് പിന്നെ പെങ്ങളുടെ മക്കൾ ഈ പുള്ളിക്ക് സ്ഥലം കൊടുക്കുന്നത് 100 ഏക്കർ സ്ഥലം. അത് അവരെ ഒരു മാറ്റാനായിട്ട് കൊണ്ടുപോയത്. ഞാൻ അവർക്ക് അച്ഛൻ പറഞ്ഞ ഞാൻ പറഞ്ഞാൽ വഴക്കുണ്ടാക്കി മാറ്റാനാ. ഞാൻ വഴക്കുണ്ടായില്ല. അവർക്ക് അത് പ്രാർത്ഥിച്ചു. അവർക്ക് പ്രാർത്ഥിച്ച് ഒരു വീടും വെച്ച് കൊടുത്തു. അവർക്ക് 90 സെൻറ്റ് സ്ഥലമുണ്ട്. അതൊരു വീടും വെച്ച് കൊടുത്ത് അവരെന്നെ ശരിയൊക്കെ പറഞ്ഞു. ഈ 100 ഏക്കർ വിഷയമില്ലേ, അപ്പം ഇത് റബ്ബറുണ്ട്, സകല കാര്യങ്ങളുണ്ട്. അച്ഛന് കൊടുക്കില്ല. അത് വീടെല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു, അച്ഛൻ്റെ പെങ്ങളോട് പറഞ്ഞില്ല, നീ അപ്പം പോയി ചാവിളിക്കുക, നീ പോയി ചാവിളിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ പോയി ചാവിളിക്കുക. അത് പറഞ്ഞു, ഞാൻ ചുമ്പാക്കില്ല പറഞ്ഞത്. അത് അവർ പോയി. അപ്പച്ചൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഈ ഭാഗത്തൊക്കെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നോ? ഞങ്ങളുടെ വരുമ്പോൾ ഇല്ല. അതുപോലെ സായിപ്പ് അന്ന് തേയില തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ട് സായിപ്പിന്റെ ചെറുവള്ളി സായിപ്പിന്റെ എസ്റ്റേറ്റ് ആയിരുന്നു. ഈ ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സായിപ്പിന്റെ എസ്റ്റേറ്റ് ആയിരുന്നു. അതെ, വെള്ളക്കാരെ വലിക്കുന്നത്. അതെ. അപ്പം അന്ന് ഞാൻ അവിടെ ജോലിക്ക് 58 വയസ്സായ പൈസ തെറ്റുണ്ട്. ഞാൻ പറഞ്ഞ അവിടുത്തെ ഒരു അച്ഛനോട് പറഞ്ഞു, അവിടുത്തെ മാനേജറോട് പറഞ്ഞിരിക്കും, പെമ്പിള്ളേർ 6 പേരെ കെട്ടിക്കണം, അതുകൊണ്ടിവിടെ കിടന്നാൽ പറ്റിയില്ല, അതുകൊണ്ട് എനിക്കത് പേശ തരേണ്ടത്.
ഒരു കാര്യം ചെയ്ത് 54 വയസ്സേ ഉള്ളൂ, 4 വർഷം കഴിഞ്ഞ് പൈസ വരില്ല, 10,000 തരാം, അത് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ തിരിച്ച് കുറച്ച് വയസ്സിന് കാര്യമില്ല, നാളത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് വയസ്സാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അപ്പച്ചൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ ബ്രിട്ടീഷുകാർ, അതായത് സായിപ്പന്മാരൊക്കെ പോകുന്നതും വരുന്നതും എരുമേലി ചെറുവള്ളി ഭാഗത്ത് സായിപ്പായിരുന്നു ഞങ്ങൾ സഭയിൽ. സഭയിലെ ശുശ്രൂഷകൻ സായിപ്പായിരുന്നോ? അല്ല, വേറെ ഉദ്ദേശിക്കാനാണ്. എൻ്റെ അപ്പന ശുശ്രൂഷകനായിരുന്നു. അപ്പച്ചന്റെ അച്ഛൻ വേർപാട് സഭയിലെ ശുശ്രൂഷകനായിരുന്നു. അപ്പച്ചന്റെ പിതാവ് ബ്രദറൻ സഭയിലെ ശുശ്രൂഷകനായിരുന്നു. ഇപ്പൊ CSI ലാണ്. അപ്പച്ചന്റെ മെമ്പർഷിപ്പ് പിന്നീട് ഇവിടെ വന്നതിന് ശേഷം CSI സഭയായിട്ട് ബന്ധപ്പെട്ടാണ്. സഭ ഉണ്ടാക്കട്ടെ, അത് വേണമെന്ന് വെച്ച് പിന്നെ CMS സ്കൂളിൽ അവർ അടിയുണ്ടായി. തങ്ങളിൽ കുറേ പൈസ ഉണ്ടായപ്പോൾ അടിയുണ്ടായപ്പോൾ ഞാനവിടുന്നൊക്കെ മാറി, അത് ശരിയൊക്കെ പോയി. മലക്കൊരു കൊണ്ടാണ് ദൈവം നിൽക്കുന്നത് അല്ലേ? അങ്ങനെ മാറി ഇപ്പം CSIയിലായിരുന്നു. അപ്പൊ ഈ പെന്തിക്കോസ്റ്റൽ സഭകളുടെ ആരംഭത്തെ കുറിച്ചൊക്കെ നല്ല ഓർമ്മയുണ്ടോ? അതുകൊണ്ട് പെന്തിക്കോസ്റ്റ് ഞങ്ങളുടെ ആളുകൾ എൻ്റെ മകനും പെന്തിക്കോസ്റ്റാണ്. ജോലിക്ക് പോയിരിക്കുക. എല്ലാവരും ഓടിച്ചില്ല, എല്ലാവരും പെന്തിക്കോസ്റ്റാണ്, ഇവരും പെന്തിക്കോസ്റ്റ്. അങ്ങനെ മക്കളെല്ലാം എല്ലാവരും ദൈവമല്ല ഉള്ളത്, പിന്നെ ആരും ഇഷ്ടം ദൈവത്തെ വിളിച്ചോട്ടെന്ന് ഞാനും കഥയായി. അപ്പച്ചന്റെ കൊച്ചുമോൻ പറഞ്ഞത് അപ്പച്ചൻ ഭയങ്കര കഠിനാധ്വാനി ആയിരുന്നു, നല്ലപോലെ പറമ്പി പണിയെടുക്കുന്ന ആളായിരുന്നു. റബ്ബർ വെട്ടും, റബ്ബർ വെട്ടി കഴിഞ്ഞാൽ ചോള വെട്ടുന്ന മരമുണ്ട്, അത് വെട്ടി കഴിഞ്ഞാൽ ഒരു മരത്തിന് 2 രൂപ വെട്ടി വെച്ചാൽ മതി. അത് റബ്ബർ വെട്ടി കഴിഞ്ഞുകൊണ്ട് 2 മണിയാകുമ്പോൾ ഉച്ചക്കുള്ള ആഹാരം കഴിച്ചാൽ 4, 5, 6, 10 റബ്ബർ കിട്ടും. അങ്ങനെ 10 രൂപ കിട്ടുന്നതിന് അരച്ചാൽ കഴിയുക. അരിക്ക് വിലയില്ല, കിട്ടാനും പ്രയാസം. ലിറ്റർ 2 രൂപ. നമ്മൾ എത്ര പൈസ കൊടുത്താലും അരിച്ചല്ല, പശടി കാലമാണ്. ഞാനത് ശരി 12 രൂപത്താലും ചോട്ടിന് വെള്ളം കുടിച്ചാലും പറഞ്ഞത് ഒന്നും കഴിക്കാനില്ല. അന്നൊന്നും കഴിക്കാനില്ല, പട്ടിണിയാണ്. വെള്ളം കുടിച്ചുകൊണ്ടൊക്കെയാണ് ജോലി ചെയ്യുന്നത്. മറ്റേ 4 പൈസ എപ്പോഴും മാറുന്നുണ്ട്. അന്ന് അരിക്കൊക്കെ എന്നായിരുന്നു വില? അരി ലിറ്റർ 1 ലിറ്റർ അരി അങ്ങനെയാണോ പറയുന്നത്? ആ ലിറ്ററിന് നോക്കും. ഇപ്പം 3 കിലോ ഉണ്ട് 1 ലിറ്റർ. അതാവതെ കിട്ടാനില്ല. തോട്ടത്തിന് ഞങ്ങൾക്ക് 5 ലിറ്റർ തരും. തോട്ടത്തിൽ നിന്ന് 5 ലിറ്റർ ചെറുപയർ, കപ്പ ഒക്കെ ഉണ്ടായിരുന്നു. സായിപ്പ് നേരിട്ട് വന്നാണോ ഈ ലയത്തിന്റെ കാര്യം അതെല്ലാം ചെയ്തോണ്ടിരുന്നത്? അപ്പൊ സായിപ്പ് വരുമായിരുന്നു അവിടെ ലയത്തില്? അവിടെ അവിടെ മാനേജർമാരുണ്ട്, റാച്ചന്മാരുണ്ട്, കണ്ടാന്മാരുണ്ട്. അത് ചെറിയ ആളുകൾക്ക് മൂപ്പന്മാരുണ്ട് പേര്. ആ തേയിലത്തോ അല്ലേ പിന്നീട് റബ്ബർ എസ്റ്റേറ്റായി മാറിയതല്ലേ? റബ്ബർ എസ്റ്റേറ്റായി. അപ്പൊ ഈ ചെറുവള്ളി എസ്റ്റേറ്റ് ആദ്യം തേയിലത്തോട്ടമായിരുന്നു അല്ലേ? ആയിരുന്നു. 2007 അത് പിന്നീട് റബ്ബർ തോട്ടമായി മാറിയതാണ്. ആ ചെറുവള്ളി എസ്റ്റേറ്റ് അല്ലേ നമ്മുടെ ബിലിവേഴ്സ് ചർച്ച് KP യോഹന്നാൻ സാറ്? പിന്നെ ഇപ്പൊ എന്റെ മകനെ താമസമുണ്ട്, കൊച്ചുമകൻ ഉണ്ട്, അവിടെ ജോലിയാവുക. അതെ. അപ്പച്ചന്റെ ഈ ചെറുപ്പകാലത്തെ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയമൊക്കെ നല്ല ഓർമ്മയില്ലേ? അന്നത്തെ ആ സാഹചര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് പറയാമോ? അന്ന് എങ്ങനെയായിരുന്നു സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തൊക്കെ ഉള്ള ഒരു എല്ലാവരും കൂടി ഞങ്ങൾ തൊപ്പിയൊക്കെ വെച്ച് മുഴുവൻ ഷർട്ടൊക്കെ മാറി ഞങ്ങൾ റോഡ് യാത്ര ചെയ്യും. അന്നൊക്കെ അപ്പച്ചന് നല്ല ഓർമ്മയുണ്ടല്ലോ. അങ്ങനെ ചെയ്താണ് സാഹിബന്മാരൊക്കെ വിട്ടത്. സാഹിബന്മാരെ ഇന്ത്യയിൽ വിട്ട് സമരം ചെയ്യും. പിന്നെ കഴിഞ്ഞ് മറ്റേ സാഹിബന്മാരെ തോട്ടിൽ എത്ര വിറ്റാൽ അവർ ജന്മതയുണ്ട്. അപ്പൊ സാഹിബ്മാരൊക്കെ ഇവിടെ നിന്ന് പോകുന്നതൊക്കെ നല്ല ഓർമ്മയുണ്ട്. ഉണ്ട്, എല്ലാവരും പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ ആളുകൾ പതിനെട്ടന്മാരായി, രാജന്മാരായി, കങ്കാണിമാരായി, അങ്ങനെ തോട്ടത്തിലെ കാര്യം. ഞാനെൻ്റെ ഭാര്യ റബ്ബറേറ്റായിരുന്നു. ഞങ്ങൾ 54 വയസ്സ് വരെ എത്തി. 30 വയസ്സ് തയ്യതാണ്.
പിന്നെ അവിടെ തിരിഞ്ഞ് പോയിട്ട് ഇവിടെ വന്ന് ഞാൻ അപ്പച്ചൻ്റെ കൂടെയുള്ള കൂട്ടുകാരെയൊക്കെ ആരെങ്കിലും ഇപ്പം ജീവിച്ചിരിക്കുന്നതായിട്ട് വല്ല ഓർമ്മയുണ്ടോ? ജീവിച്ചില്ല ആരും. ആരുമില്ല, എല്ലാവരും കടന്നുപോയി. ഇവിടെ അടുത്ത് ഞാനോട് വന്ന പിന്നെ ഉണ്ടായിരുന്ന വലിയ കാലം ഇവിടെ വന്നു, ചെറുപ്പക്കാരും ഇപ്പോൾ കാലം ഇവിടെ വന്നു. അപ്പം പുള്ളി പറഞ്ഞപ്പോൾ എല്ലാവരും മരിച്ചു പോയിരുന്നു. ഞാനും എൻ്റെ അമ്മയെ ഉള്ളത് ഇപ്പോഴും ചെറുപ്പക്കാരൻ. ഇന്നലെ വന്ന ഇന്നലെ വൈകിട്ട്. പിന്നെ അപ്പച്ചന് ഈ സുവിശേഷ പ്രവർത്തന രംഗത്തേക്ക് എങ്ങനെയാ കടന്നു വന്നേ? സുവിശേഷം പറഞ്ഞ ഉപാസം കഴിഞ്ഞു. ഉപാസം കഴിഞ്ഞ് ദൈവത്തിൻ്റെ ഇതായിട്ട് 4 മണി രാത്രി ആകുമ്പോൾ എല്ലാവരും പേര് വിളിക്കും ചാക്കോയെന്ന്. 4 മണി രാത്രി ആവുമ്പോൾ ഒരു ശബ്ദം കേൾക്കും, എഴുന്നേക്കും, ദൈവത്തിന്റെ ദൂതൻ വിളിക്കും. അതെ. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. അപ്പോൾ രോഗികൾക്ക് വേണ്ടി എന്തായാലും ശരിയായി ഞാൻ പോകുകയും ഇയാളുടെ കൂടെ പോട്ടെന്ന് പറയുന്ന ആളിന് ആ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ പോകണ്ട ഞാൻ പോയിക്കൊള്ളാനും പറഞ്ഞ് സത്യം ചെയ്ത് പോകും. വേദപുഷം മേടിച്ച് രാമിനെയും പുത്രനെയും മനുഷ്യരാമിനെയും വീട്ടിൽ പോകും. അങ്ങനെ അങ്ങനെ എത്ര നാൾ സുവിശേഷ വേല ചെയ്തു? 10 വർഷം. 10 വർഷം ചെയ്തു. അതിൽ പ്രധാനമായിട്ടും ഈ രോഗശാന്തി ശുശ്രൂഷയാണ് കൂടുതലും ചെയ്യുന്നത്. ചെയ്തോണ്ടിരുന്നു. അപ്പം സകലം വിട്ടില്ലേ, വീതി വലിക്കാതിന് മുമ്പ് മുറുക്കുമായിരുന്നു, കള്ളം കുടിക്കുമായിരുന്നു. അങ്ങനെ എല്ലാം വിട്ട് കളഞ്ഞത്, സകലം വിട്ട് വച്ചാമ്പുറൊക്കെ വീതി വലി സകലം കളഞ്ഞ്. പിന്നെ അവിടെ പല്ലുകാരുണ്ട്, പല്ല് പിഴ എടുത്ത് കളഞ്ഞു. മറ്റ് രോഗങ്ങളൊന്നും ഒരു രോഗങ്ങളും ഇല്ല, ഇപ്പൊ യാതൊരുവിധ രോഗങ്ങളും ഇല്ല. ഒരു രോഗമില്ല. ഇപ്പൊ പ്രാർത്ഥന ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ആരും നയം വേണ്ട, സാധനം ഒരു ഗ്ലാസ് പാല് ചായ കിട്ടും. 4 മണിയാകുമ്പം മകളുടെ മകള് ഒരു ആളുണ്ട്, ആ പുള്ളി ആഹാരമൊക്കെ ഉണ്ടാക്കി തരും. അപ്പം പാലെപ്പോഴുണ്ട്. അപ്പച്ചൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് 110 വയസ്സായിട്ടും അപ്പച്ചൻ നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നു. മാത്രവുമല്ല എപ്പോഴും പ്രാർത്ഥന, കിട്ടുന്ന സമയം മുഴുവൻ അപ്പച്ചൻ പ്രാർത്ഥനയും ബൈബിൾ വായനയായിട്ട് ഇരിക്കുന്നു. മക്കളൊക്കെ ഞങ്ങൾ അയൽവാസികളുടെ ദേശമായി പള്ളിയിൽ പോകുന്നവർക്കും പോകാത്തവർക്കും മുഴുവൻ പ്രാർത്ഥിക്കും. ഒരു രോഗം അവർക്ക് ഉണ്ടാകരുത്, അവർക്ക് ആഹാരം കൊടുക്കണം, കർത്താവിനോട് പ്രാർത്ഥിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ അവർ ആര് ശത്രുക്കളായാലും അവർക്ക് ആഹാരം ഇല്ലാത്തവർക്ക് ആഹാരം കൊടുക്കുന്ന കർത്താവ് അന്നുള്ള ആഹാരം അവർക്ക് കൊടുക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കും. അപ്പച്ചനും മൂത്തത് മകനാണോ മകളാണോ? മൂത്ത ഇപ്പോൾ ഉള്ളതോ? അപ്പോൾ ഉള്ളത് മകന 6 പെണ്ണുങ്ങൾ ഉള്ളതാണ് മകന്. ഏറ്റവും മൂത്ത ആൾക്ക് എത്ര വയസ്സുണ്ട്? ഇപ്പോൾ മരിച്ചുപോയി. ഏറ്റവും മൂത്ത മകളും മരുമകനും മരിച്ചു. മകളെ കഴിച്ചതും മരിച്ചു, അതെല്ലാം മരിച്ചു. ഇപ്പൊ ജീവിച്ചിരിക്കുന്നതിൽ മൂത്ത ആൾക്ക് എത്ര വയസ്സുണ്ട്? 70 വയസ്സുണ്ട്. 70 വയസ്സ്. എല്ലാവരും 3 വയസ്സ് കുറവുള്ള 5 പേരുണ്ട്. മൂത്തവൻ മരിച്ചു പോയി. അവരെല്ലാവരും അവരുടെ പിള്ളേരും ഇവര് 3 പേര്. അപ്പച്ചന്റെ മൂത്ത മകൻ മരിച്ചുപോയി, അപ്പച്ചന്റെ മൂത്ത മകള് മരിച്ചുപോയി, മരുമകനും മരിച്ചുപോയി, മകളും കച്ചവടം മരിച്ചു, എൻ്റെ കച്ചവടം മരിച്ചു. അമ്മയും മരിച്ചിട്ട് 10-15 വർഷം. ഇവിടെ വന്നാ മരിച്ച അവിടെ ശേഷിയിലാണത്. അതുപോലെ ഞാൻ പിന്നെ എല്ലാവർക്കും വലിയ പ്രാർത്ഥന ചെയ്യാം. പള്ളിയിൽ പോകുന്നവർക്കും പോകാത്തവർക്കും അല്ലാത്തവർക്കും ഐതിഹാസിക കർത്താവ് അങ്ങനെ പറയുന്നത് അത്രയില്ല. അപ്പച്ചനൊക്കെ ആ ചെറുപ്പകാലത്ത് ഈ വേർപാട് സഭയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അന്നുണ്ടായിരുന്ന ഒരു ആത്മീയ തീഷ്ണത ഇന്ന് നമ്മുടെ ആത്മീയ കോളത്തിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അന്നൊക്കെ പാസ്റ്റർമാർ സുവിശേഷകന്മാരൊക്കെ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു, പട്ടിണി കിടന്നു ഒക്കെ വേല ചെയ്തു. ഇന്ന് ആ ഒരു സാഹചര്യം ഇല്ല. ഇന്നിപ്പോൾ ഇഷ്ടംപോലെ കാശുകളുണ്ട്, ശ്വാസകാശ് കൊടുക്കും. അന്ന് എന്തെങ്കിലുമൊക്കെ ഉപദ്രവങ്ങൾ നേരിട്ടായിരുന്നോ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക്? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. സായന്മാർ സഭ ഉണ്ടാക്കി അവർ തന്നെ കാര്യം നടത്തുന്നത്. അപ്പം ഞങ്ങളുടെ സഭയിൽ ഒരു യാക്കോക്കാരമുണ്ട് കൂടി, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. പുള്ളി അവിടെ ഞങ്ങൾ പള്ളിയിൽ തന്നെ വേർപാടുണ്ട്, കരാപ്പലം, എരുമ്പി കരാപ്പലം. ആ പുള്ളി പള്ളിയിൽ തന്നെ കൂടി അവിടെ തന്നെ ഇഷ്ടപ്പെട്ടില്ല യാക്കോക്കാർക്ക്. അതുകൊണ്ട് അച്ഛനും പുള്ളി മരിച്ചു.
പുള്ളി മരിച്ചപ്പോൾ അവരത് അടക്കിയില്ല. ഞങ്ങളവിടെ മൃഗത്തെ അടക്കി ഒരാൾ കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോൾ ഞങ്ങൾ സാഹിബിലായിരുന്നു. സാഹിബുണ്ട്. അവർ വന്നപ്പോഴത്തേക്ക് എല്ലാവരും അവരെന്നെ കൂടി. അവരെ സർക്കാർ കൂടെ കലാപരക്കാർ കൂടി. സാഹിബ് ചോദിച്ചു അതാദ്യമൊക്കെ സങ്കടം എന്ന് ചോദിച്ചു. എന്നാൽ സങ്കടം എൻ്റെ ഞങ്ങളുടെ ഒപ്പനെ ഇവിടെ കുഴിച്ചിട്ട് ഞങ്ങളുടെ അക്കമൊക്കെ ഇവർ മൃതകാരുണ്ട്. നിനക്ക് സങ്കടം ഉണ്ടെങ്കിൽ നീ മാറ്റിക്കൊണ്ട് പോയിക്കളാം സാഹിബ്. അങ്ങനെ സങ്കടം ഉണ്ടെങ്കിൽ നീ മാറ്റിയിട്ട് പോയിക്കളാൻ പറഞ്ഞു. അദ്ദേഹം പണി പോയി നോക്കാൻ പറഞ്ഞു. അതിനൊക്കെ പോയി. അത് വലിയ കുഴായ്മ. ഈ അപ്പച്ചൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപ്പച്ചൻ ഇത്രയും പ്രായമുള്ളത് കൊണ്ട് ഇപ്പോൾ പല ആളുകളും ഇത്രയും പ്രായമുള്ള ആളുകളെയൊക്കെ കണ്ട് അവരിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു നല്ല ഒരു അവസരമാണ്. ഇത്രയും പ്രായമായ ഒരു അപ്പച്ചൻ ജീവിച്ചിരിക്കുന്നു. അദ്ദേഹത്തോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും ഒക്കെ പല കാര്യങ്ങളുണ്ട്. അതുമാത്രമല്ല, ആത്മീയ കോളത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു സുവിശേഷകനായി അല്ലെങ്കിൽ സുവിശേഷ വേല ചെയ്ത ഒരു സഭയുടെ പാസ്റ്ററായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. ഒരു സുവിശേഷകനായിട്ട് ആളുകളോടൊക്കെ സുവിശേഷം പറയുകയും അതുമാത്രമല്ല രോഗശാന്തി ശുശ്രൂഷ പല ആളുകളും അപ്പച്ചനെ വിളിച്ചുകൊണ്ട് പോയി പ്രാർത്ഥിപ്പിക്കുകയും അതുപോലെ ഭൂതം ബാധിച്ചവരുടെ ഭവനത്തിൽ പോവുകയും പ്രാർത്ഥിക്കുകയും രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അവർക്ക് ഒരുപാട് സൗഖ്യം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ദീർഘവർഷങ്ങളായിട്ട് അപ്പച്ചൻ ഇങ്ങനെ സുവിശേഷ പ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവം ഇത്രയും ആയുസ്സും ആരോഗ്യവും ഒക്കെ അപ്പച്ചന് കൊടുത്തിട്ടുള്ളത്. സാറേ, ഇതിനകത്ത് ഈ രോഗശാന്തിയെ കുറിച്ച് പറയുമ്പോഴേ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം, സാധാരണ രോഗശാന്തി വരം ഉള്ളവരൊക്കെ തന്നെ നമ്മളൊക്കെ പലപ്പോഴും കാണാറുള്ളത് ഈ രോഗശാന്തി വരം ഉള്ളവരൊക്കെ തന്നെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുശേഷം അവർ തന്നെ മരുന്നിൽ ട്രീറ്റ്മെന്റിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു വലിയൊരു കാര്യമാണ് ഇപ്പോൾ സാറ് പറയുന്നത്. ഞാൻ പല ആളുകളെ കണ്ടിട്ടുണ്ട്. പല ആളുകളും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ക്യാൻസർ പ്രാർത്ഥിച്ച് മാറ്റുന്നവരുണ്ട്. അപ്പോൾ ഒരുപാട് അത്ഭുത പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നമ്മൾ എത്തി നോക്കുമ്പോൾ അവർ മരുന്ന് വാങ്ങിക്കുന്നവരും മരുന്ന് ഉപയോഗിക്കുന്നവരും മരുന്ന് കഴിക്കുന്നവരും ഓപ്പറേഷൻ ചെയ്യുന്നവരും ആശുപത്രിയിൽ പോകുന്നവരും ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നവരും അതുമാത്രമല്ല ശരീരത്തിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് പ്രോട്ടീൻ പൗഡറും കാര്യങ്ങളൊക്കെ കഴിക്കുന്നവരൊക്കെയാണ്. അത് ഒരു വലിയ വിരോധാഭാസമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഒരാൾ രോഗശാന്തി ശുശ്രൂഷ നടത്തുകയും അയാൾ തന്നെ മരുന്ന് കഴിക്കുകയും ചെയ്യുന്നത് നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷെ അപ്പച്ചനെ സംബന്ധിച്ച് രോഗശാന്തി വരം ദൈവം അദ്ദേഹത്തിന് കൊടുത്തു. അത് ആദ്യം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെ ദൈവം അതെന്ത് ഇത്രയും നാളായിട്ട് അപ്പച്ചൻ മരുന്ന് വാങ്ങിച്ചിട്ടില്ല. അപ്പച്ചൻ പറയുന്ന ഒരു 3 ദിവസം ഉപവാസ പ്രാർത്ഥന അദ്ദേഹം എടുത്തു. അതിനുശേഷം ഒരു പ്രത്യേക ദൈവിക കൃപ കിട്ടി. അതിനുശേഷം താൻ മരുന്ന് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു എന്നാണ് ഈ അപ്പച്ചന്റെ എന്റെ ഓർമ്മയുള്ള ഈ 47 വയസ്സിന് ഇടയ്ക്ക് ഒരു ആശുപത്രിയിൽ ഇതൊരു അഡ്മിറ്റ് ആയിട്ട് കിടന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ചിലപ്പോൾ ചെറിയ ചെറിയ ആശുപത്രി ഒക്കെ പോയിട്ടുണ്ടായിരിക്കും. സ്ഥലം അവർ മാറി കഴിഞ്ഞാൽ ബിച്ചേജ് പോകാനുള്ളതായിരുന്നു. ഈ സ്ഥലം ബിച്ചേജ് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് ഞാൻ ചോദിച്ചു എത്രയൊക്കെ വിൽക്കണം. ഞാൻ ചോദിച്ചത് 30,000 രൂപ പറഞ്ഞ വർഷത്തിൽ പുള്ളി പറഞ്ഞ 3 ലക്ഷം വിറ്റ്. ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് 4 ലക്ഷം രൂപയ്ക്ക് കച്ചവടം ചെയ്തു. അപ്പോൾ ഈ 27,000 രൂപ തരാമെന്ന് പറഞ്ഞു. വർഷം വിറ്റേജ് പോകുമ്പോൾ 27,000 രൂപ. അപ്പോൾ വർഷവും 4 ലക്ഷം വെച്ച് മാറ്റമായിരുന്നു. കാശില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞപ്പോൾ ഒരാൾ വെച്ചാൽ അപ്പോൾ ചാക്കോലൊക്കെ വരാം. അറിയാൻ തരാൻ വീട് ചാക്കോലൊക്കെ വരാം. നമ്മൾ അച്ഛൻ വലിയ പ്രാർത്ഥക്കാരൻ, ഞാനൊരു ചെറിയ പ്രാർത്ഥക്കാരനാണ്. ഞാൻ വാക്ക് പറഞ്ഞാൽ വാക്കല്ലേ അല്ലേ? അപ്പം അച്ഛൻ ആ പുള്ളിയോട് പറഞ്ഞാൽ പോരാ, ഈ പുള്ളിയോട് 27,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുത്തത് പറഞ്ഞാൽ പുള്ളി ഉണ്ടാക്കില്ലേ. 4 ലക്ഷം കൊടുക്കാൻ പുള്ളിക്ക് 27,000 രൂപ ഉണ്ടാക്കത്തില്ല. അതുകൊണ്ട് പോട്ടെ, ഈ 15,000 തന്നാൽ മതി. പട്ടിയുടെ 15,000 കൊടുത്തേക്കല്ലോ. കുഞ്ഞ് എൻ്റെ മകൻ പറഞ്ഞ് അങ്ങനെ കുറക്കാനൊക്കെ അപ്പം പോട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതും തരാനില്ല പുള്ളിക്ക്. പുള്ളിയിൽ അവരുടെ അങ്ങനെ ഞങ്ങൾ വന്നത് 8,000 രൂപ തന്നെ. പുതിയ തലമുറയിലെ ഇത്രയും നേരം അപ്പച്ചനോട് സംസാരിക്കാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഇത്രയും സമയം അപ്പച്ചൻ ഞങ്ങൾക്ക് അനുവദിച്ചു തന്നതിൽ വളരെയധികം നന്ദിയും ദൈവസ്നേഹവും അറിയിക്കുന്നു. ഒരു വാക്ക് അപ്പച്ചൻ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക.
അത് പറഞ്ഞു. പാട്ട് പഠിക്കും. പഠിക്കും. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോരേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോരേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗീയാനുഗ്രഹഭണ്ഡാരത്തിൽ വാതിൽ തുറക്കണമേ. സ്വർഗീയാനുഗ്രഹഭണ്ഡാരത്തിൽ വാതിൽ തുറക്കണമേ. അവൻ കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. ഭജനമല്ലാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുകദാസരിൽ വരവധികം. ഭജനമല്ലാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുകദാസരിൽ വരവധികം. വരരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിന്ദനങ്ങൾ. വരരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിന്ദനങ്ങൾ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പാവവും രോഗവും അകറ്റിടുവാൻ അത്ഭുതശക്തി. പാവവും രോഗവും അകറ്റിടുവാൻ അത്ഭുതശക്തി. അറിയുവാനിവിടെ വിശ്വാസത്തിൻ്റെ ഹൃദയങ്ങൾ തുറക്കണമേ. അവൻ അറിയുവാനിവിടെ വിശ്വാസത്തിൻ്റെ ഹൃദയങ്ങൾ തുറക്കണമേ. അവൻ കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. തൊഴിലിൻ്റെ സംഘർഷം അത്തൊഴിലിൻ്റെ മറവിവസ്ഥയും സർവ്വ പരക്കുകയും ചെയ്തതിന് സംഘടനവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവമെന്ന് പറയുന്ന വന്നവരുടെ കാര്യങ്ങൾ ഇന്ന് നാശകരമായ കർത്താവിനും വിളിക്കും. എല്ലാ ദൂരമുള്ളവനെ മറക്കും. ഉച്ചയ്ക്ക് സമ്പാദ്യം പകൽപ്പെട്ട അവസ്ഥയിൽ എനിക്ക് ഭയപ്പെടയില്ല. 20,000 പേരും 15,000 പേരും വീഴും, ഒരാൾക്കും എനിക്ക് ഭയക്കില്ല. എൻ്റെ കാല കളികൾ തെറ്റാതാവെന്ന് ഞാൻ ദിവസം കൽപ്പിക്കും. ആ ദൈവം കർത്താവ് ഈ സമയം കർത്താവ് നിൻ്റെ സന്ധി കടന്നു വരാനുള്ള സഹായിച്ചത് അറിയാൻ വിജയനാണ്, കുറവുള്ളവനാണ്. എങ്കിലും ദൈവം നല്ലതായി സഹായിച്ചതിനാൽ ശോധന ചെയ്യും. കർത്താവ് കർത്താവിൻ്റെ പ്രിയ മകനെ കുറിച്ച് പ്രാർത്ഥനയും മനോനെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ കടങ്ങളിലേക്കും യാത്രയിൽ കൂടി സഹായിച്ച് കർത്താവിൽ താമസിക്കുന്ന ഇടങ്ങളിൽ ശിശുവാദം താമസിക്കുക അയൽവാസിയായി എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കടന്നുകൊണ്ട് ദൈവവാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിൻ്റെ കടങ്ങളിലേക്ക് കൂട്ടാക്കുന്നത് ആശയം കുഞ്ഞുങ്ങളുടെയും അയൽവാസിയായിട്ടുള്ള സഹോദരന്മാർ ബന്ധുക്കൾ യാത്രകൾ എല്ലാവരും അനുഗ്രഹിക്കുന്നത് കർത്താവ്. ഞങ്ങളെ കാലവാദം സംസാരിക്കുവാൻ സഹായിച്ചത് ആ ദൈവത്തെ സോദരം. കർത്താവ് യാത്രയെ കൂടിക്കണേ, കാല് കല്ലിൽ തട്ടാതെ വണ്ണം കർത്താവ് സൂക്ഷിക്കണേ, പരിപാലിക്കണേ. കാറ്റുകൊള്ള പാവത്തിൽ കടന്നു വരുന്ന വരെയും ഒരർത്ഥം കൂടെ ആ കാറ്റുകൊള്ള കർത്താവ് ഇവിടെ പൈതന്നെ ഓർത്ത് പ്രാർത്ഥിക്ക് അനുഗ്രഹിക്കണേ. അനുഗ്രഹിക്കാൻ ഒരു സഹോദരിമാരെ മലയാളികൾ എല്ലാം കാര്യങ്ങളിലായിരിക്കുന്നു. കർത്താവ് കടന്നു പോകുന്നു, അവരോട് കുഴിക്കണേ. ദൈവത്തിൽ സോദരം കടന്നു വരുന്ന നാൾ വരെ ഇനി ഞങ്ങൾ കാണുന്ന നാൾ വരെ കർത്താവിനെ സൂക്ഷിക്കണേ, പരിപാലിക്കണേ. പ്രാർത്ഥന കേൾക്കണേ. സോദരം ശ്രീമാനം മോട്ട് കൊടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ താഴെയിരിക്കുന്ന കേൾക്കണമേ. ഞങ്ങളുടെ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്രയിക്കുന്ന വിശുദ്ധാത്മാരുടെ കൂട്ടായ്മ അല്ലെങ്കിൽ അപേക്ഷിച്ച എല്ലാ കാര്യം കുടുംബാചാര്യ എല്ലാ മക്കളും ഇപ്പോഴേക്കും കടന്നു മക്കളും മുൻപേരും കൂടി ഇപ്പോഴേക്കും ഉണ്ടായിരിക്കുമാറാകണം.